അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ ഞാൻ തെറ്റിപ്പോയി. നമ്മുടെ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നതറിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം അയാളുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് വാ, എന്നിട്ട് ഞാൻ പറയാം. അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത്. അത് എന്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷം അമിപ്പിക്കുന്ന, വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, അങ്ങേരുടെ വാക്കുകളുടെ ആ ഒരു ശുദ്ധി നിങ്ങൾ നോക്കണം. അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ നിഷേധിക്കുന്നില്ല. ഓക്കെ, അതിന് എനിക്ക് നിഷേധിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യമെല്ലാം ഞാൻ തള്ളിയിരിക്കുന്നു. ആ പ്രസ്താവന ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിനെയും ആ പ്രസ്താവനയും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു പറഞ്ഞു. 100% കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അത് ഏറ്റെടുക്കണം. ഈ കോൺഗ്രസിനെയും അതല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിനകത്ത് വർഗീയതയെ ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്ന എല്ലാ വ്യക്തികളും ഈ സന്ദീപിനെ നിങ്ങൾ 100% അയാളുടെ വാക്കുകളിലേക്ക് നിങ്ങൾ വില കൽപ്പിച്ചിട്ട് അതിനെ നിങ്ങൾ വിശ്വസിക്കുകയും വേണം, അയാളെ നല്ല സപ്പോർട്ട് ചെയ്യും വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ, ഈ BJP എന്ന പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ടാണ് അവർക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടുക. അത് BJP ഇന്നലെ വരെ തെറി വിളിച്ചിട്ട് എന്ത് പറഞ്ഞാലും വിഷയമല്ല. ആ പാർട്ടി സപ്പോർട്ട് ചെയ്ത് അപ്പം അവിടുത്തെ അണികളെല്ലാവരും നമ്മൾ ഈ ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് നമ്മൾ പഴയ അയാളുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വരുമ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പഴയ കാര്യമൊക്കെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ, ഈ സന്ദീപ് ഉണ്ടല്ലോ, എൻ്റെയൊക്കെ ഓർമ്മയിൽ BJPൻ്റെ അതിശക്തമായിട്ടുള്ളൊരു നേതാവാണ്. ഈ മീഡിയയിൽ കിടന്ന് അയാൾ സംസാരിക്കുന്നത് കാണണം BJPക്ക് വേണ്ടിയിട്ട്. അത്രമാത്രമാണ് സ്ട്രോങ്ങിൽ സംസാരിക്കുക. എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കാണുന്നതിന് ഇഷ്ടമല്ല, കാരണം അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ പറഞ്ഞ വാക്കുകൾ കണ്ടില്ലേ. അയാൾ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത് എല്ലാ വർഗീയത തന്നെയാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നത്, ഞാൻ വർഗീയതനെ ഒഴിവാക്കി. അപ്പോൾ ഒരു മനുഷ്യൻ തിരുന്തി വരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അംഗീകരിക്കുക എന്നുള്ളത് 100% ഏതൊരു നല്ല മനുഷ്യൻ്റെയും ഒരു കാര്യമാണ്. അത് ഞാനിവിടെ ചെയ്യുന്നുള്ളൂ, അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാരോട് പ്രത്യേകിച്ച് എനിക്കൊരു അഭിനന്ദനം പറയാനുള്ളത് എന്താ വെച്ച് ചോറല്ലേ, ഈ അവർക്ക് മാത്രമല്ല ചാക്കിട്ട് പിടിക്കാൻ, ഞങ്ങൾക്ക് അറിയാതുള്ളത് നിങ്ങൾ തെളിയിച്ചല്ലോ. മനസ്സിലായ, നിങ്ങൾ തെളിയിച്ചല്ലോ. സാധാരണ അവരാണ് ആരെങ്കിലും ഒരാളിങ്ങനെ ഒന്ന് ചാഞ്ഞ് സംസാരിച്ച് അപ്പം പോയി അവിടെ പോയി ചാക്കിട്ട് പിടിച്ചായി കൊണ്ടുവന്നായി. ഈ പരിപാടി കോൺഗ്രസ്സുകാർ ചെയ്യാറില്ല, മനസ്സിലായി. ഞാൻ കേട്ടിട്ടില്ല അധികം. പക്ഷെ കോൺഗ്രസ്സുകാരിൽ ഇപ്പം എന്തായി, അടി, ശരിയായ ഒരു അടി അവർക്കിട്ട് കൊടുത്ത്. കാരണം പണ്ട് അബ്ദുള്ള കുട്ടി എടുത്തുകൊണ്ട് പോയി, നല്ല സ്ഥാനത്തൊക്കെ കൊടുത്ത് നിർത്തി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആൾക്കാരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ നല്ലൊരു അടി തലക്കെന്നെ കൊടുത്ത്. കാരണം സന്ദീപ് വാര്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ശക്തമായിട്ട് സംസാരിക്കാൻ BJPക്ക് വേണ്ടിയിട്ട് എവിടെയും, മനസ്സിലായ, പറയുന്നത് എന്ത് കള്ളത്തരാണെങ്കിലും വർഗീയതാണ് എന്താണെങ്കിലും അത് ശക്തമായിട്ട് അതിലൊരു ആത്മാർത്ഥമായിട്ടേ പറയുള്ളൂ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരാളെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചിട്ടത്. അത് ശരിയായ ഒരു അടിയായിപ്പോയി, 100%. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 100% അയാൾക്ക് നല്ലൊരു സീറ്റ് കേരളത്തിൽ കോൺഗ്രസ്സുകാർ എവിടെ നിന്നാലും ജയിക്കുന്ന ഒരു സീറ്റ് അയാൾക്ക് കൊടുക്കുക, അയാളെ ജയിപ്പിക്കുക, പറ്റിയ MLA ആക്കുക, അല്ലെങ്കിൽ MP ആക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ഇത്രകാലം പ്രവർത്തിച്ചിട്ട് അയാൾക്ക് മര്യാദയ്ക്കുള്ള ഇതൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി അയാൾ കൊടുത്താലും ജയിക്കാനും പോകുന്നില്ല, അത് അയാൾക്കും അറിയാം, ആ പാർട്ടിക്കും അറിയാം. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെയല്ല, ചാൻസ് കൂടുതലാണ്. ഇയാളെ നിങ്ങൾ ജയിപ്പിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇനി ഒരു കോൺഗ്രസ്സുകാരൻ പോലും ആ പാർട്ടിയിലേക്ക് പോകാൻ നിൽക്കൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പ്രവർത്തിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസ്ഥാനം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് പറഞ്ഞാൽ 100% നമുക്ക് ഇതിലൊരു സ്ഥാനം കിട്ടുമെന്ന് പറയും. എല്ലാവർക്കും സ്ഥാനം കൊടുക്കുക, ചാൻസ് കൊടുക്കുക. ഒരേ ആളിങ്ങനെ വർഷങ്ങളായിട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പുതിയതായിട്ട് കൊടുക്കുക ചാൻസ്. അപ്പോഴാണ് എല്ലാവർക്കും അറിയാം എനിക്കൊരു 5 കൊല്ലം ചാൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും, പുതിയ പുതിയ ഐഡിയകൾ വരും. ഇത് ഒരാൾ തന്നെ 25 വർഷം 30 വർഷം എന്നിട്ട് ഒരു രേഖയും ചെയ്തു തരില്ല. അത് ഏത് പാർട്ടിക്കാരായാലും ശരി. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റായാലും എല്ലാം കണക്കാണ്. എന്തിനാണ് ഒരാൾക്ക് 20-25 വർഷം 10 അത്രയൊക്കെ ചാൻസ് കൊടുക്കുന്നത്? 1-2 ചാൻസ് കൊടുക്കുക, അതോടെ കഴിഞ്ഞ് പിന്നെ അടുത്ത ആൾ കൊടുക്കുക. അപ്പോഴെല്ലാം അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ എല്ലാവർക്കും.
ഈ പാർട്ടിയോട് പ്രവർത്തിക്കുന്നവർക്കും എനിക്കൊരു സ്ഥാനം കിട്ടുമോ, ഒരു MLA ആയിട്ടൊരു ചാൻസ് കിട്ടുന്ന അവർക്കൊരു ചിന്ത വിടുക. ഇത് ഒരാളെന്നെ അങ്ങോട്ട് കൊല്ലക്കണക്കിൽ എന്നിട്ട് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ? ഒരു തേങ്ങയുമില്ല. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അടി നിങ്ങൾ നല്ല കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്രയുള്ള അയാൾ നിങ്ങളോട് കാണിച്ച ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾ തിരിച്ച് കാണിച്ച ആൾക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കുക. അയാൾ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അയാളുടെ ഡബിളായിട്ട് നിങ്ങളോട് പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇന്നലെ വരെ കിട്ടിയ മര്യാദയും സ്നേഹവും അല്ല ഇന്ന് കിട്ടുന്നത്. ഇന്ന് അതിൻ്റെ ത്രിബിളായിരിക്കും. അതായത് കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങളും അയാൾ അംഗീകരിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അയാൾക്ക് സ്നേഹിച്ചിട്ട് അയാളെന്താ വെച്ചാൽ ഒരു വർഗീയതവാദിയായിട്ട് രീതിയിൽ കാണൂല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നമുക്കിപ്പോൾ തന്നെ പല സോഷ്യൽ മീഡിയയിലും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 100% കോൺഗ്രസ്സുകാരോട് പറയുന്ന അയാൾക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിക്കിടെ ഏറ്റവും കൂടുതൽ വിജയമാണ്. കോൺഗ്രസ്സിന് ഒരാൾ പോലും അങ്ങോട്ട് പോകാൻ ചിന്തിക്കൂല. ഒരാൾക്ക് 2 ചാൻസാണ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വേറെ ആൾ കൊടുക്കുക. ഒരേ ആളെ തന്നെ 25 വർഷം 30 വർഷമായിട്ടൊന്നും നിങ്ങൾ സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല. MLA ആയിട്ട് MP ആയിട്ടൊന്നും. 10 വർഷം ആൾക്ക് അയാളുടെ കഴിവുകൾ കാണിച്ചില്ലെങ്കിൽ എടുത്ത് എറിയുക, അടുത്ത ആളെ കൊണ്ടുവരിക, അത്ര തന്നെ. അതിനിപ്പം മുഖ്യമന്ത്രി ആയാലും ശരി, സ്ഥാനമാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ അതിൻ്റേതായിട്ടുള്ള കഴിവുകൾ കാണിക്കണം. പിന്നെ ഇല്ലെങ്കിൽ എന്തിനാ അയാളെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവിധ ആശംസകളും തരുത് നമ്മുടെ ഈ ഒരു വ്യക്തിക്ക്, പുതിയതായിട്ട് കോൺഗ്രസിലേക്ക് ചേർന്ന വ്യക്തിക്ക്. അതെന്തായാലും നിങ്ങൾ ശരിക്കും തലക്കിട്ട് കൊടുത്ത് അയാളെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ 3-4 ആൾക്കാരേ ഉള്ളൂ അതിൽ എങ്ങനെയൊക്കെ സംസാരിക്കാൻ. അപ്പോൾ അതിലൊരു മെയിൻ ആളെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.